അപ്പൊ ആദിലും നൂറ ലെസ്ബിയൻ കപ്പിൾസ് എന്ന രീതിയിൽ ഫേമസ് ആയ രണ്ട് വ്യക്തികളാണ് അല്ലെ, ആദിലും നൂറയും. ബിഗ് ബോസിൽ വന്നതോടുകൂടി ഇവരുടെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആദിലും നൂറയെ കുറിച്ച് അറിയാത്തവരായും അവരെ കുറിച്ച് സംസാരിക്കാത്തവരായും വളരെ ചുരുക്കമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചെറുപ്പക്കാർക്കിടയിലും പ്രായമായവർക്കിടയിലും എല്ലാം ഇവരുടെ വിഷയം ഒരുപോലെ ചർച്ചാ വിഷയമാവാറുണ്ട്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്തരത്തിൽ വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രമാണ് ഇത് സാധ്യമാവുന്നത്. വീട്ടമ്മമാരും ജോലിക്കാരും കുട്ടികളും ചെറുപ്പക്കാരും തുടങ്ങി എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും ബിഗ് ബോസ് ഷോ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആദിലയിലേക്കും നൂറയിലേക്കും വരുന്ന സമയത്ത് പൊതുവെ ലെസ്ബിയൻ ഗേ LGBTQ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം മലയാളികളും നെറ്റി ചുളിക്കുമെങ്കിലും ആദിലയോടും നൂറയോടും എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു അല്ലെ. അവരെ എതിർക്കുന്നവരില്ല എന്നല്ല, അത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നവരും ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബിഗ് ബോസിൽ വന്നപ്പോഴും ആളുകളിൽ നിന്നുള്ള ആ സ്നേഹം അതുപോലെ തന്നെ അവർക്ക് ലഭിച്ചിരുന്നു, ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. കുറച്ചൊക്കെ അവിടെയും ഇവിടെയും നെഗറ്റീവ് വരുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ എന്തോ എല്ലാവർക്കും ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസ് പോലെ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമിൽ ഇത്രയും ദിവസം നിന്നിട്ട് പോലും ആദിലക്കും നൂറക്കും വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇവർ ബിഗ് ബോസിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും ആദിലെ നൂറയും അടിച്ചു പിരിയും എന്നുള്ളതായിരുന്നു അത്. ഇത്രയും കാലം ആദിലെ നൂറയെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നൂറ ആദിലയുടെ ട്രാപ്പിൽ വീണു പോയതാണ്. ബിഗ് ബോസിൽ വന്ന അതിനൊക്കെ ഒരു തീരുമാനമാവും. നൂറ സത്യം തിരിച്ചറിയും, ആദിലെ ഒഴിവാക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് ഒന്നിച്ച് തീരുമാനമെടുത്തതാണ് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് അല്ലെ. എന്നിട്ടും നൂറ ആദിലയുടെ ട്രാപ്പിൽ വീണതാണെന്നുള്ളതാണ് പലരും പറയുന്നത്. ആദിലെ നൂറയുടെ ട്രാപ്പിൽ വീണു എന്ന് ആരും പറയുന്നില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ പൊതുവെ പുറത്തു നിന്ന് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡോമിനന്റ് ക്യാരക്ടറായി എല്ലാവർക്കും തോന്നിയിരുന്നത് ആദിലെ ആയിരുന്നു. ആദിലയുടെ സംസാരവും ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു അപ്പർ ഹാൻഡ് ആദിലേക്കാണെന്ന് പലർക്കും തോന്നിയിരുന്നു. നൂറ് ഒരു പ്യുവർ സോളാണ്, ആദിലെ കുറച്ചുകൂടെ ഒരു അലമ്പാണ് എന്നൊരു മുൻവിധി ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നൂറയെ അവളുടെ വീട്ടിൽ പിടിച്ചു വെച്ചപ്പോൾ കേസുമായി മുന്നോട്ട് പോയി അവളെ വീട്ടു തടവിൽ നിന്നും മോചിപ്പിച്ച് സ്വന്തമാക്കിയത് ആദിലയാണ്. സോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നൂറ ആദിലയുടെ ട്രാപ്പിൽ പെട്ടുപോയതാണെന്ന് ആളുകൾ പറയാനുള്ള കാരണവും. പിന്നെ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ, അതായത് നൂറയുടെ സൗന്ദര്യത്തിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. സോ അവരും ഈ രീതിയിൽ ഇത്രയും സുന്ദരമായിട്ടുള്ള നൂറയെ ആദിലെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ന് നമ്മൾ ഈ വിഷയം സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ കാണാനിടയായി. അതായത് നൂറ ആദിലയുടെ പിടിയിൽ അകപ്പെട്ടതാണ്. വീട്ടുകാരെ ഒന്ന് ശരിക്കും ഒന്ന് വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ നൂറ ആദിലെ ഒഴിവാക്കി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ആദിലയുടെയും നൂറയുടെയും പഴയ ഒരു Q&A വീഡിയോ എനിക്ക് ഓർമ്മ വന്നു. അതിൽ എന്തുകൊണ്ട് വീട്ടുകാർ ഒഴിവാക്കി വന്നു എന്നത് കൃത്യമായി രണ്ടുപേരും പറയുന്നുണ്ട്. ആളുകൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ, അതായത് നൂറയെ ആദിലെ പിടിച്ചു വെച്ചിരിക്കുകയല്ല എന്നുള്ളത് അവരുടെ വീഡിയോ കണ്ടാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കും. നമുക്ക് എന്തായാലും ആദ്യം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ആദിലയുടെയും നൂറയുടെയും വീഡിയോയുടെ ചില ഭാഗങ്ങൾ കാണാം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചില പയ്യന്മാരുണ്ടാകുമായിരുന്നു. ഇവന്മാരുടെ പ്രധാന പണി നല്ല തറവാട്ടിൽ പിറന്ന പെൺകുട്ടികളെ പ്രണയിച്ച് വലയിലാക്കി വീട്ടിൽ നിന്ന് ചാടിക്കുക എന്നുള്ളതായിരുന്നു. അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഈ ചെക്കന്മാർ കണ്ടുകൊണ്ടിരുന്നത്. സുഹൃത്തുക്കൾക്കിടയിൽ ഒരു പെണ്ണിനെ ചാടിച്ചവൻ എന്ന വലിയ ഹീറോ ആണ്. ഇന്നും അതുപോലെയുള്ള ആളുകളുണ്ട്. ഏകദേശം 16 വയസ്സാകുമ്പോൾ തന്നെ പെണ്ണിനെ വലയിലാക്കും. കൃത്യം 18ാം പിറന്നാളിൽ അതിന് തന്നെ ചാടിക്കും. ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ പെണ്ണിനെ വയറ്റിലുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതോടെ ആ പെണ്ണിന്റെ ജീവിതം തകർന്നു. എൻ്റെ നാട്ടിൽ തന്നെ പണ്ട് ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് സിറ്റി ഭാഗത്ത് ഇപ്പോൾ ഇത് അധികം ഇല്ലെങ്കിലും കൊയിലാണ്ടി, പയ്യോളി, പേരാമ്പ്ര, കുറ്റ്യാട് ഭാഗത്തൊക്കെ ഈ പരിപാടി ഇപ്പോഴും നടക്കുന്നതായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സമാനമായ രീതിയിലാണ് ആദിലെ നൂറയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നൂറയെ തന്നിലേക്ക് മാനസികമായും വൈകാരികമായും കൊളുത്തി വെച്ചിരിക്കുകയാണ് ആദില. ബിഗ് ബോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നൂറയ്ക്ക് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ്. എൻ്റെ കുടുംബത്തിനൊപ്പം വീണ്ടും ഒന്നിക്കണമെന്ന ആഗ്രഹം നൂറയ്ക്ക് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ ആദിലാണ് തടസ്സം നിൽക്കുന്നത്. ആ തടസ്സം ഒഴിവായാൽ നൂറ തീർച്ചയായും വീട്ടുകാർക്കൊപ്പം പോകും. എൻ്റെ അഭിപ്രായത്തിൽ നൂറയുടെ ഫാമിലി തീർച്ചയായിട്ടും ബിഗ് ബോസിൽ വരണം. ഫാമിലിയിൽ നിന്നും ആരും വന്നില്ലെങ്കിലും നൂറയുടെ ഉമ്മ തീർച്ചയായിട്ടും വരണം. എന്നിട്ട് വളരെ സ്നേഹപൂർവ്വം മകളുമായി ഇടപഴകണം. പോകാൻ നേരത്തെ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മാത്രം മതി മോളോട്, ഉമ്മാന്റെ കൂടെ പോരുന്ന മോളെ എന്ന്. നൂറ തീർച്ചയായും കൂടെ വരും എന്ന് ഉറപ്പാണ്. ഉമ്മയുടെ ആ ഒരൊറ്റ വിളിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് അവൾ എന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നല്ല ലോക ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ആവും. ഓക്കെ, നൂറൊക്കെ അവരുടെ വീട്ടുകാരുടെ കൂടെ പോകാൻ നല്ല കൊതിയുണ്ട്. പക്ഷെ ആദിൽ അതിന് തടസ്സം നിൽക്കുകയാണ്. ഉമ്മ വന്ന് വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ നൂറ് ഉറപ്പായിട്ട് ഉമ്മയുടെ കൂടെ പോകുമെന്നൊക്കെയാണ് ഈ പോസ്റ്റിൽ അടിച്ചു വിട്ടിരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏകദേശം 8 മാസം മുമ്പ് ചെയ്തൊരു Q&A വീഡിയോയിൽ നൂറ് പറയുന്നത്. ആദിലയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം വീട്ടുകാരിൽ നിന്ന് നേരിടേണ്ടി വന്ന ടോർച്ചറുകളും മറ്റും നൂറയും ആദിലും തുറന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു ടോക്സിക് അന്തരീക്ഷത്തിലേക്ക് പോകാൻ യാതൊരു താല്പര്യവും ഇല്ല എന്ന് അവർ തറപ്പിച്ച് പറയുന്നുണ്ട്. ഇനിയിപ്പോ പോയാലും വീട്ടുകാർ ഞങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നിർത്തണം, വേറെ കല്യാണം കഴിക്കണം തുടങ്ങിയ കണ്ടീഷനൊക്കെ ആയിരിക്കും അവർ മുന്നോട്ട് വെക്കുക. അതെന്തായാലും നടക്കില്ല എന്നും ആദിലെ നൂറയും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. ഇപ്പം തന്നെ പറയുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഭയങ്കര മിസ്സിംഗ് ആണ്. വി ഡോണ്ട് വാണ്ട് എനി ടോക്സിക് പീപ്പിൾ ഇൻ അവർ ലൈഫ്. ഇപ്പോൾ ഒരാൾക്കാർ അമ്മയുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് വരലുണ്ട്. ഡെയിലി ബേസിസിൽ നമുക്ക് മെസ്സേജ് വരലുണ്ട്.
അപ്പൊ അതിൽ വരുമ്പോഴൊക്കെ നമുക്ക് പിന്നെ എന്റെ പൊന്നല്ലോ കാരണം ഞങ്ങൾക്ക് വയ്യ. ഞങ്ങളിപ്പോ ഒരു നല്ല ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഹാപ്പി ലൈഫ് വേണമെങ്കിൽ പറയാം. ആ ലീഡ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പാസ്റ്റ് ട്രോമാസ് കാര്യങ്ങൾ എഫക്റ്റഡ് ആയിട്ട് ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും ഹീൽ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ബെയർ ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. അതാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് ആർക്കും ലൈക്ക് ഞങ്ങൾക്ക് ആരെയും വേണ്ട. പക്ഷെ ഞാൻ മണ്ടിയായിരുന്നു, ഞാൻ പിന്നെ റീകണക്റ്റഡ് ആവാൻ നോക്കി. പക്ഷെ അത് പാളിപ്പോയതൊക്കെ നന്നായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ആക്ച്വലി പാരന്റ്സ്, ഇവളും ഇവളുടെ പാരന്റ്സ് ആയിട്ട് റീകണക്റ്റഡ് ആവാൻ ഇവള് കാരണം ഞാൻ പിന്നെയും പാരന്റ്സ് ആയിട്ട് റീകണക്റ്റഡ് ഒക്കെ ആയിരുന്നു ഇടയിൽ വെച്ചിട്ട്. അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, പറയുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞാൽ തോന്നുന്നു. ആണോ? അപ്പൊ പിന്നെ റീകണക്റ്റഡ് ഒക്കെ ആയി ആഫ്റ്റർ എ ബിഗ് ഇഷ്യൂ ആൻഡ് ഓൾ. പിന്നെ അതൊരു ഹെക്ടിക് സാധനത്തിലോട്ടായി, ഹെക്ടിക് സംഭവമായി, ടോക്സിസിറ്റി ടു ദ നെക്സ്റ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതൊന്നും ബെയർ ചെയ്യാനുള്ള ഇനി അങ്ങോട്ട് അത് ബെയർ ചെയ്യാനുള്ള ഒരു കരുത്ത് ഞങ്ങൾക്കില്ല. അപ്പൊ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾക്ക് ഇനി ആരും വേണ്ട. കേട്ടല്ലോ. ഇനി അങ്ങനെ ഒരു ടോക്സിക് ലൈഫിലേക്ക് എനിക്ക് തിരിച്ചു പോകേണ്ടതെന്ന് തീർത്ത് പറയുന്നത് ഇവിടെ മറ്റാരുമല്ല, നൂറ തന്നെയാണ്. മാത്രമല്ല, വീട്ടുകാരോട് അടുക്കുന്നതിൽ നിന്നും നൂറയെ ആദിലെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നവർക്ക് ഒരു ഉത്തരം കിട്ടില്ലോ. നൂറയും വീട്ടുകാരും റീകണക്ട് ചെയ്യാൻ ആദിലെ തന്നെ ഒരു തവണ മുൻകൈ എടുത്തതാണ്. പക്ഷെ അത് നല്ല രീതിയിലല്ല അവസാനിച്ചതെന്ന് മാത്രം. സോ ആ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല. പിന്നെ രണ്ടുപേർക്കും അവരവരുടെ വീട്ടുകാരോട് നല്ല രീതിയിൽ സഹകരിച്ചത് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും താല്പര്യം ഉണ്ടാവുക. ഉമ്മ ഒന്ന് വിളിക്കുമ്പോൾ ഉമ്മയുടെ കൂടെ പോകാൻ നൂറക്കും ആദിലേക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം. അത് സ്വാഭാവികമാണ്, കാരണം ഉമ്മ എന്നെ വിളിക്കുന്നത്. പക്ഷെ എന്ന് കരുതി ഇവരുടെ റിലേഷൻഷിപ്പ് കളഞ്ഞ് ഉമ്മയുടെ കൂടെ പോകുമെന്ന് വിചാരിക്കുന്നവർ ഭൂലോക മണ്ടന്മാരാണെന്ന് തന്നെ പറയേണ്ടി വരും. ബാക്കി നോക്കാം. എന്നോട് ഇവള് ഒരു ദിവസം ചോദിച്ചിരുന്നു, ഇപ്പൊ എല്ലാം ഓക്കെ ആവുകയെന്ന് വെക്ക്. അപ്പൊ ഒരു വന്ന് ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ ഓക്കെ ആണെങ്കിൽ മോള് മിണ്ടോ, മോൾ അങ്ങോട്ട് പോയിട്ട് നല്ലോണം. ഓക്കെ. അപ്പൊ ഒരു ദിവസം ഇവള് ചോദിച്ച്, എന്താ പറയാ, ഇപ്പൊ ഫാദർ വന്നാൽ, ഓക്കെ, ഫാദറിനെ ഞാൻ പറയാം ഉപ്പ വന്ന മോളെ ആക്സെപ്റ്റ് ചെയ്യൂന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ്, ഐ റിയലി ഡോണ്ട് വാണ്ട് എനി ടോക്സിസിറ്റി ഇൻ മൈ ലൈഫ്. ഓക്കെ, അതിപ്പോൾ ഏതൊരു രീതിയിലാവട്ടെ, എങ്ങനെ വന്നതെന്ന് പറഞ്ഞാലും എനിക്ക് ഇനി ടോക്സിസിറ്റി ബെയർ ചെയ്യാൻ കഴിയൂല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, ഇനി ആര് വന്നാലും ലെറ്റ് ഇറ്റ് ബി ഇൻ എ ഡിസ്റ്റൻറ്റ്. ഓക്കെ, എനിക്ക് എന്നെ ആരും ഭരിക്കുന്നതോ ഇനി അത് ചെയ്യണം, ഇനി അത് മറ്റേതിടണം, ഇനി ഇതിടണം, അത് ആക്കണം, ഇതാക്കണം എന്നൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞു വരികയാണെങ്കിലും അണ്ണാക്കിൽ വെച്ച് ഞാൻ കൊടുക്കലുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ടോക്സിസിറ്റി കാര്യങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർ പറ്റില്ല ഇൻ മൈ ലൈഫ്, നോ മോർ. ഓക്കെ, നൂറയുടെ വായിൽ നിന്ന് തന്നെ ശരിക്കും കേട്ടല്ലോ. ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. താങ്കളുടെ റിലേഷൻഷിപ്പ് അംഗീകരിക്കാത്ത പക്ഷം ഇനി എന്തൊക്കെ ആയാലും വീട്ടുകാരുടെ കൂടെ പോകില്ലെന്ന് തന്നെയാണ് ഇവിടെ നൂറ് തീർത്ത് പറയുന്നത്. അതിനെ കാരണമായി പറയുന്നത് വീട്ടുകാരിൽ നിന്നും അത്രയും ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വീട്ടുകാരിൽ നിന്ന് നേരിടേണ്ടി വന്ന ശാരീരികവും മാനസികവുമായ പീഡനത്തെ കുറിച്ച് ആദിലയും നൂറയും പറയുന്നുണ്ട്. അതും കൂടി കേട്ട ശേഷം നമുക്ക് നിർത്താം. മുടിക്കൊക്കെ പിടിച്ച് ഇങ്ങനെ കുത്തി കറക്കിയൊക്കെ എടുക്കുമായിരുന്നു. മുടിക്കൊക്കെ പിടിച്ചോണ്ട് എന്നിട്ട് ഷെൽഫമ്മേ കടിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ വെച്ചിട്ടുണ്ട്. റമദാനാണ് അതും. ഇതൊന്നും ഉറങ്ങിപ്പോയതിനൊക്കെയാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അത്ര അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. വലുതായപ്പോൾ അബ്യൂസ് വേറെ രീതിക്ക് പോയി. പിന്നെ ആള് എൻ്റെ സൈഡിൽ നിന്ന് ഫാദറിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ആള് മെയിൽ ഷോനിസ്റ്റ് ആണ്. എന്ത് പറഞ്ഞാലും കല്യാണം അത് മാത്രം മൈൻഡിലുള്ള ഒരാളാണ്. അല്ലാതെ എനിക്ക് അവിടെ തന്നെ എന്താണെന്നൊന്നും ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. ഷോർട്ടായിട്ട് പറയാണ്. ഉമ്മീനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഉമ്മി വാപ്പയുടെ അത്ര സബ്മിസീവ് ആണ്. ആളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പാവം വനിത. ബട്ട് സ്റ്റിൽ അവിടെയും എനിക്ക് കുറച്ച് ട്രോമകളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് സെൽഫ് ഹാമിങ് ഒക്കെ അങ്ങനത്തെ സംഭവങ്ങളുണ്ടായി. കൈയൊക്കെ മുറിക്കുമായിരുന്നു ഞാൻ, അന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടുത്തത് എന്നെ അങ്ങനെ കൈയൊക്കെ മുറിക്കൽ അങ്ങനത്തെ സംഭവങ്ങളിലോട്ടൊക്കെ നയിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊരു വലിയ എതിർത്തത് മാത്രമല്ല, അവർ കുറേ ഫിസിക്കലി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. മെന്റൽ ടോർച്ചറൊക്കെ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാണെന്ന് വിചാരിക്കാൻ പാടില്ല. ബട്ട് സ്റ്റിൽ വിചാരിക്കാം. പക്ഷേ എന്നാലും നേർക്കാവില്ല. ഞങ്ങൾ ഇവളുടെ പാരൻസ് ആയിട്ട് നമ്മൾ റീകണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം. പക്ഷെ പുള്ളിക്കാരി സ്റ്റിൽ നമ്മളെ എങ്ങനെയെങ്കിലും ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാനുള്ള രീതിക്കുള്ള ടോക്സും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത് പറയും, ഇതൊക്കെ എല്ലാ പാരൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ വെറുക്കേണ്ടതുണ്ടോ അവരെ? ഈ ഒരു റീസൺ കൊണ്ട് മാത്രമല്ല. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് വീട് വിട്ട് പോകണം തോന്നിയിട്ടുണ്ട്. എന്നെ 8ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോണം തോന്നിയിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട്. ഇവക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് തോന്നിയിട്ടുണ്ട്.
അതൊക്കെ വലിയ Okay, വലിയ ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിലെ സംബന്ധിച്ചിടത്തോളം അവളുടെ പാരന്റ്സ് ചെറുപ്പം തൊട്ട് അവരോട് ഭയങ്കര ടോക്സിക് ആയിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അതായത് ഇവരുടെ റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രമല്ല പാരന്റ്സുമായി പ്രശ്നം ഉണ്ടായതെന്ന് അർത്ഥം. എന്നാൽ നൂറയ്ക്ക് നേരെ തിരിച്ചാണ്. ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് അവളുടെ വീട്ടുകാരിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചാണ് ആദിലയും നൂറയും ഒന്നിച്ചത്. സ്വന്തം വീട്ടുകാരിൽ നിന്ന് വരെ ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വീട്ടുകാരെ ഞാൻ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നില്ല മീൻസ് അവർ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റിലേഷൻഷിപ്പിനെ എതിർത്തതിന് വീട്ടുകാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ച് വളർന്നത്. സോ കൺസർവേറ്റീവ് ആയി ചിന്തിക്കുന്ന ഒരു ശരാശരി മലയാളി കുടുംബത്തിൽ ഇവരുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. അവരെ കൊണ്ട് കഴിയുന്ന പോലെ മാക്സിമം ഈ റിലേഷൻഷിപ്പ് തകർക്കാൻ നോക്കും. അത് സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര അധികം പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നവരാണ് ആദിലയും നൂറയും. അങ്ങനെയുള്ള അവർ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ പിരിയും. നൂറയെ ആദിലെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നവർ വെറുതെ ദിവാസ്വപ്നം കാണുകയാണ്. ഇവരുടേത് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമാണ്. ആരും പിടിച്ചു വെച്ച് സ്നേഹിപ്പിച്ചതല്ല എന്നുള്ളത് ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.